കോഴിക്കോട് നാദാപുരത്തും കുന്നുമലിലും LDF-നും UDF-നും 2 സ്ഥാനാർത്ഥികൾ. CPI-എം CPI സ്ഥാനാർത്ഥികളും മുസ്ലിം ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മലപ്പുറത്ത് ലീഗിനെതിരെ യൂത്ത് ലീഗും സ്ഥാനാർത്ഥികളെ നിർത്തി. നാദാപുരം പഞ്ചായത്തിലെ 1-ാം വാർഡായ ഇയ്യങ്കോടാണ് CPI-എമ്മും CPI-യും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. മുന്നണി ധാരണയനുസരിച്ച് CPI-ക്ക് നൽകിയ സീറ്റിൽ CH ദിനേശനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CPI-ക്ക് വാർഡിൽ വോട്ട് കുറവാണെന്നും CPI-എം ആണ് മത്സരിക്കേണ്ടത് എന്നും പ്രാദേശിക നേതൃത്വം നിലപാടെടുത്തു. ആവശ്യം നേതൃത്വം തള്ളിയതോടെ വാർഡ് കമ്മിറ്റി ചേർന്ന് ഒതിയോത്ത് വിജയനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് CPI-എമ്മും പ്രചാരണം തുടങ്ങി. ദിനേശനും വിജയനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക പിൻവലിക്കില്ല എന്ന നിലപാടിലാണ് ഇരുവിഭാഗവും. കോഴിക്കോട് കുന്നുമൽ ബ്ലോക്കിലേക്ക് UDF-നും 2 സ്ഥാനാർത്ഥികളുണ്ട്. ഊരത്ത് ഡിവിഷനിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലാണ് പോര്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ ചാലിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ലത്തീഫ് ചുണ്ടയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മലപ്പുറത്ത് ലീഗിനെതിരെ യൂത്ത് ലീഗിനും സ്ഥാനാർത്ഥികളുണ്ട്. കൊല്ലം ജിന പറമ്പിൻ പീടിക ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് പുറമെയാണ് യൂത്ത് ലീഗും മത്സരിക്കുന്നത്. യൂത്ത് ലീഗ് വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് CA ബഷീർ, വൈറ്റിക്കാട് മണ്ഡലം ക്യാപ്റ്റൻ UP അമീർ എന്നിവരാണ് വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കാവുങ്ങൽ ഇസ്മായിൽ, സെക്രട്ടറി അമീർ അലി CC എന്നിവരായിരുന്നു ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ. പൊന്നാനി നഗരസഭ വാർഡ് 52 മരക്കടവിൽ LDF സ്ഥാനാർത്ഥികളായി CPI-എം പ്രതിനിധി കോയയും CPI സ്ഥാനാർത്ഥിയായി സുലൈമാനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മലപ്പുറം ബ്യൂറോക്കൊപ്പം 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.